போனால் போகட்டும் போடா இந்த பூமியில் நிலையாய். சும்மா நான் கஷ்டப்பட்டு சம்பாதிச்ச காசு யார் எடுத்தாலும் நாசமா போவீங்க. നിന്റെ ഒന്നും ഒരു പൈസ എന്റെ പട്ടിക്ക് പോലും വേണ്ട. அப்போ இந்த டப்பாவில இருந்த 15 ரூபாய் எங்க போச்சு? தானா பறந்து போச்சோ? പറന്നു போய் കാണും. இப்படி எல்லாம் சொன்னா எனக்கு கெட்ட கோவம். கோய் சுண்டி பேசக்கூடாது 100 வாட்டி சொல்லியிருக்கு. தபார் காசு யார் எடுத்தாங்கன்னு தெரியாம சும்மா லொடலொடன் பேசாதே. நீ எடுத்தியா? எனக்கு அது கோம்பണം. அப்புறம் யார் எடுத்தாங்க சொல்லு. அப்பா தான் எடுத்துச்சு. ഞാനാ? ആരടി പറഞ്ഞു ഞാൻ എടുത്തു? எனக்கு தெரியும். നീ കണ്ടോടി? നിന്നെ ഞാൻ എന്താ അമ്മ ഇത്ര ചെറുപ്പത്തിൽ തുടങ്ങിയാലോ? ഒന്ന് ആലോചിച്ച് നോക്കി. ഉണ്ണിയെ ചൊല്ലി നീ എടുക്കവേ ഇല്ലയാ? ഞാൻ എടുത്ത് കാണും. ആ പാട്ട് കേട്ടപ്പോഴും ഞാൻ നനച്ചതാ. ഇന്ന് ഓട്ടോ ഒന്നും ഉണ്ടായിരുന്നില്ലെന്നല്ലേ പറഞ്ഞത്. പിന്നെ എവിടുന്നാ ചാരായം കുടിക്കാൻ കാശ്? ഒരു പോനാ പോട്ട് പോടാ. അത് ഞാൻ பாரு நாளை காத்தாலக்குள்ள என் காசு எனக்கு திருப்பி கொடுக்கல அப்புறம் இந்த பத்மினி யாருன்னு தெரிய வைக்கிறேன். രാമയ്യൻ എടുക്കുന്നത് നീ കണ്ടോ? മുരുകനാണ് സത്യം, ഞാൻ കണ്ടതാണ്. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ ഇരിക്കുന്ന കണ്ടപ്പോഴാ ഞാൻ പറഞ്ഞത്. നിന്റെ അപ്പൻ ആള് കൊള്ളാവല്ലോ. ഞാൻ പറയില്ലായിരുന്നു, ഇല്ലെങ്കിൽ എന്നെ അമ്മയെ ഒരു കള്ളികളാക്കും. അതുകൊണ്ടാ. ഇനി മതി വർത്താനം പറഞ്ഞത്. വാ ഞങ്ങൾക്ക് കഥ പറഞ്ഞതാ. പാട്ട് പാടിയാ മതി. വാ ചേച്ചി വാ. ഇതിവിടെ സ്ഥിരം പതിവാ. വെള്ളം അടിച്ചിട്ട് വന്നാ രാമയ്യൻ ഇത് തന്നെയാ പണി. അവള് മിക്കപ്പോഴും ഇവിടെ കിടക്കുന്നേ. ഇവിടെ അതൊന്നും വലിയ പുതുമയല്ലേ ചേച്ചി. ആശയ്ക്കൊന്നും അൻപക്കൊന്നാ ഇവിടുത്തുകാര് പറയാ. ചിന്ന വീടില്ലാത്തൊരു ചുരുക്ക. சீக்கிரம் சொல்லுங்கம்மா. இப்ப தானே வந்த? யாரையா சொன்னது? நான் எப்ப வந்துட்டேன்? நாங்க தான் பாத்துட்டு இருக்கோமே. நீ பாத்துட்டு இருந்தா நான் என்ன செய்யறது? நாங்க எவ்வளவு நேரமா நின்னுட்டு இருக்கோம். நான் என்ன சத்தப்படாதீங்க. எல்லாரும் குடுக்குறேன். இந்த பொண்ணு எப்பவுமே இப்படிதான். ஆமா 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 ஆமா. யோ கையடியா. காசு கொடுமா. பாரு.
ചേച്ചി ഇന്ന് സ്വപ്നം കാണാ. സജിമോനും ബിജിമോളും ഞാൻ പാല് കുടിച്ചേ. ചേച്ചി മേശപ്പുറത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. പോ ചേച്ചി, ഞാൻ ഇപ്പൊ വരാട്ടോ. കുതിരയ്ക്ക് പുല്ല് വാങ്ങിച്ചിടാൻ പറഞ്ഞാ മറന്നു. അപ്പനും നിന്നെ കൊല്ലും. കാവേരി, നിന്നോടൊരു കാര്യം പറഞ്ഞാ വിഷമം തോന്നരുത്. എന്താ ചേച്ചി? നീ കൊച്ചുകുട്ടിയൊന്നുമല്ല. ജോസണ്ണൻ ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളാ. അയൽവക്കത്തുള്ളവരൊക്കെ എന്താ വിചാരിക്കുക? ചേച്ചി എന്താ പറയണേ? ഞങ്ങൾ ഇവിടുന്ന് പോകുന്നവരെ നീ ഇവിടെ വരികയെ കിടക്കുകയെ എന്താണെങ്കിലും ആയിക്കോ. പക്ഷെ ഞങ്ങൾ പോയി കഴിഞ്ഞാ പിന്നെ നീ ഇവിടെ വരരുത്. കാവേരി, എന്താ ഇത്? കണ്ണു തുറക്കേ. അവർക്കൊന്നും നിന്റെ മനസ്സറിഞ്ഞുകൂടാ. പോട്ടെ, തൈപ്പൊങ്കൽ ഇനി 10-15 നാളേ ഉള്ളൂ. അതുവരെ ക്ഷമിച്ച പോരെ? ഞാൻ ഒരു വീട് നോക്കി വെച്ചിട്ടുണ്ട്. ഇത്തിരി ദൂരെ. നീ കലയമുത്തൂര് പോയിട്ടുണ്ടോ? അവിടെയാ പൂക്കാരൻ സുബ്രഹ്മണ്യം എന്നെ കൊണ്ട് കാണിച്ചത്. 100 രൂപ വാടക. ഒരു മുറിയും ഒരടുക്കള. ചെറിയൊരു മുറ്റമുണ്ട്. അടുക്കളയ്ക്ക് ഒരു മുറിയുടെ അത്ര വലിപ്പം കാണും. ചുറ്റും താമസിക്കുന്നവരൊക്കെ എന്റെ പരിചയക്കാർ തന്നെയാ. പൂക്കച്ചവടക്കാരും നൂൽ കമ്പനിയിൽ ജോലി നോക്കുന്നവരൊക്കെ. ചായപ്പിൽ താമസമുള്ള മാമൻ പറഞ്ഞു. അത് വേണ്ട. വേണ്ട അല്ലേ? നീ എന്താ ഒന്നും മിണ്ടാത്തേ? അതും ഇത് ഓർത്ത് വെറുതെ വിഷമിക്കണ്ട. നമുക്കോർക്കാൻ വേറെന്തെല്ലാം ഉണ്ട്. നീ പറഞ്ഞ പോലെ മുല്ലപ്പൂക്കളും സൂര്യകാന്തി പൂക്കളും നട്ടു വളർത്താൻ തോട്ടം, അതിന്റെ നടുക്കൊരു കൊച്ചു വീട്, വീട്ടിലെ സജിമോനെ പോലെയും ബിജിമോളെ പോലെയും 2 മക്കള്. ഏയ് ഏയ് എന്നോടൊരു ചായ വെച്ചിട്ട് നേരം എത്രയായി? ചായ അല്ലേ മേശപ്പുറത്ത് വെച്ചിരിക്കുന്നത്? ഓ, ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിലും കാണേണ്ട ഒന്നും കാണൂലല്ലോ. നീ അതിന് മധുരം ഇട്ടില്ലേ? അങ്ങനെ മറവിയൊന്നും ആയിട്ടില്ല. എന്താ, മധുരം പോരാൻ തോന്നുന്നുണ്ടോ? അയ്യോ, വെറുതെ പറഞ്ഞാന്നേ. ഒന്ന് പതുക്കെ അലക്ക്. നീ ഇത് ആരോടെ വാശി തീർക്കും പോലാണല്ലോ. നീ ഇത് എന്ത് ഭാവിച്ചാ? ഞാൻ പറയുന്നൊന്ന് കേക്ക്. നീ ഇങ്ങനെ വലിച്ചലക്കല്ലേ. നിന്റെ സ്വഭാവം മഹാ ബോറാട്ടോ. ആഹാ, അത് ഇപ്പോഴേ തോന്നി തുടങ്ങിയുള്ളൂ. ശ്വാസം വലിക്കാൻ കിടന്ന് പാടുപെടുന്നത് ബാക്കിയുള്ളവർക്ക് നോക്കിയേക്കാൻ പറ്റാഞ്ഞിട്ടാ. ഒരു കുടുംബത്തിലെ ജോലികൾ ചെയ്യാനുള്ള ആരോഗ്യമൊക്കെ ഇപ്പൊ എനിക്കുണ്ട്. പറഞ്ഞു പറഞ്ഞ് എല്ലാരും എന്നെ ഒരു രോഗിയാക്കാതിരുന്നാ മതി. എന്നാ നിന്റെ ഇഷ്ടം പോലെ ചെയ്യ്. ஏண்டி இன்னைக்கு எங்கேயும் போகலையா? அட என்ன இவ்வளவு சோகமா இருக்க? உன் புருஷன் செத்துட்டானா என்ன? உன் வேலையை பார்த்துட்டு நீ போ. அடடா, என் மேல எதுக்குமா கோவம்? உன்கிட்ட நல்லதும் சொல்லக்கூடாது கெட்டதும் சொல்லக்கூடாது. എന്താടി ഇങ്ങനെ ഇരിക്കുന്നേ? വെറുതെ ഇവിടെ ഇരിക്കാനും പാടില്ലേ? വീട്ടിലിരിക്കാത്തനായിരുന്നു ഇത്ര നാളും കുറ്റം. കിടന്ന് ചാടി കിടക്കണ്ട. തളം തുടങ്ങി ഇങ്ങനെ ഇരിക്കുന്ന കണ്ടിട്ട് ചോദിച്ചതാ. എനിക്കൊന്നുമില്ല. ചേച്ചി പൊട്ട കടിച്ചു മക്കളെ. ചേച്ചി ആരാ കടിച്ചേ? അത് അമ്മൂമ്മ വെറുതെ പറഞ്ഞതാ. ചേച്ചിക്ക് ഒന്നുമില്ല. ഒന്നുമില്ലെങ്കിൽ പിന്നെ എന്താ വരാത്തെ? വാ ചേച്ചി, നമുക്ക് പട്ടം പറപ്പിക്കാം. ചേച്ചി വലിയൊരു പട്ടം ഉണ്ടാക്കിയിട്ട് വരാം. എപ്പോഴാ പട്ടം ഉണ്ടാക്കുക? ഉണ്ടാക്കി കഴിയുമ്പോ ചേച്ചി വിളിക്കാം. ഇപ്പൊ മക്കള് പൊയ്ക്കോ, അമ്മ അന്വേഷിക്കുന്നുണ്ടാവും. ചെല്ല്.
കണ്ണ് തുറക്കുന്നില്ലല്ലോ. സ്വാമി, 10 കുറയാത്തൊരു സംഖ്യ ദക്ഷിണ വെക്കൂ. സ്വാമിക്ക് മലയാളം നമുക്ക് എല്ലാ ഭാഷയും അറിയാം. ഓങ്കാരപ്പൊരുളിന് അർത്ഥം പറഞ്ഞ ഷൺമുഖ സന്നിധിയിലിരിക്കുന്ന നമുക്ക് ലോകങ്ങളും കാണാം. ദക്ഷിണ വയ്ക്കൂ മകളെ. സമ്പത്തിനും സന്താനങ്ങൾക്കും ലോഭമില്ലാത്ത കുടുംബ വിളക്കാണ് നീ. പക്ഷേ മാനസിക ക്ലേശം നിന്നെ അലട്ടുന്നു. നാട് വിട്ട് നാട് വന്നവളാണ് നീ. നിന്റെ ദേശം ഇതല്ല. സ്നേഹിതരായി നടിക്കുന്ന ശത്രുക്കളുണ്ട് നിനക്ക്. ഒരു സംഖ്യ പറയൂ. 858. 858. 858ഉം 858ഉം 10 താഴെയുള്ള ഒരു ചെറിയ സംഖ്യ പറഞ്ഞാ മതി. 5. 5 5 10 10 5 15 5 1 6. 6 എന്നാൽ പുഴ, പുഴയെന്നാൽ നദി. നദിയുമായി ഏതോ ബന്ധമുള്ളൊരു ശത്രു നിന്റെ സ്ഥാനത്തിനായി ക്ഷുദ്രപ്രയോഗം നടത്തുന്നു എന്ന് നാം കാണുന്നു. നദിയോட ബന്ധം കാവേരി தான். കാവേരി നദിയോட പേര് തന്നെ. ഇഷ്ടമുള്ളവർ നഷ്ടമാകും. ശത്രുവിനെ സൂക്ഷിക്കണം. ഇല്ലെങ്കിൽ മകളെ ദുഃഖം നിശ്ചയം. ഈ ഭസ്മം ആഹാരത്തിൽ 1 2 നുള്ളിടുക. ദോഷങ്ങൾ മാറും. ഇഷ്ടമുള്ളവർ നിനക്ക് നഷ്ടമാകാതിരിക്കട്ടെ. ഓം മുരുക ഷൺമുഖ വേലായുധ. എന്റെ അമ്മ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. 3-ാം നാൾ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോ തോമാശ്ലീഹായിക്ക് മാത്രം വിശ്വാസമായില്ല. മരിച്ച കർത്താവ് തന്നെയാണോ ഉയർത്തെഴുന്നേറ്റതെന്ന്. ഒടുവിൽ കർത്താവിന്റെ തിരുമുറുകളിൽ തൊട്ട് ബോധ്യപ്പെട്ടപ്പോഴേ തോമാശ്ലീഹ കർത്താവിനെ വിശ്വസിച്ചുള്ളൂ. മനുഷ്യരായാലും ഒന്നുകിൽ സ്നേഹിക്കുന്നവരെ വിശ്വസിക്കണം, അല്ലെങ്കിൽ തന്നെത്താൻ വിശ്വസിക്കണം, അതും അല്ലെങ്കിൽ ദൈവത്തെ വിശ്വസിക്കണം. ഇതൊന്നും ഇല്ലാത്തവരാണ് കണ്ണി കണ്ട കള്ളസ്വാമിമാരടുത്തും ജ്യോത്സ്യന്മാരടുത്തും ഒക്കെ ചെന്ന് അവർ പറയുന്ന മണ്ടത്തരങ്ങൾ മുഴുവൻ വേദവാക്യമായിട്ട് എടുക്കുന്നത്. ഞാനിതൊന്നും അറിയില്ല എന്ന് വിചാരിച്ചു. അല്ല, പോയിട്ട് ഇപ്പൊ എന്താ അറിഞ്ഞേ? എന്തിനാ ഇങ്ങനെ കിള്ളി ചോദിക്കണേ? അറിയാൻ പാടില്ലാത്ത വല്ലത് ഞാൻ അറിഞ്ഞൊന്ന് മനസ്സിൽ പേടിയുണ്ടല്ലേ? പേടിയെ? ഉറങ്ങണവരെ എണീപ്പിക്കാൻ പ്രയാസമില്ല, ഉറക്കം നടിക്കണവരെ എണീപ്പിക്കാൻ വലിയ പാടാ. റീസൺ നീ എന്തായി പറയുന്നേ? നിനക്കെന്താ വല്ല ബാധയും കൂടിയിട്ടുണ്ടോ? എനിക്ക് ബാധയൊന്നും കൂടിയിട്ടില്ല. ഒരു ബാധയും കൂടാൻ ഞാൻ ഒട്ട് സമ്മതിക്കൂല. എന്നാ പിന്നെ എനിക്കായിരിക്കും. ആയിരിക്കും. വെള്ളം അടിച്ച് ബോധമില്ലാണ്ടായാ പിന്നെ ഏതൊക്കെ ബാധ അദ്ദേഹത്ത് കൂടണമെന്ന് എങ്ങനെ അറിയാനാ? അല്ലേ ഇനിയിപ്പോ കൂടിയാൽ തന്നെ എന്താ അല്ലേ? നാട് വിട്ട് നാട് വന്നു കഴിഞ്ഞാൽ പിന്നെ നാണോ ഇല്ലെന്നാണല്ലോ ഇവിടെ ഓരോ ഉപദേശികളുടെ പ്രമാണങ്ങള്. വാക്കുകൾ പറയുമ്പോൾ നീ സൂക്ഷിക്കണം. ഞാൻ പറയുന്നതിനാ കുഴപ്പം. ഓരോരുത്തർ ഓരോന്ന് പ്രവർത്തിക്കണേ ഒരു കുഴപ്പമില്ല. ആരെന്ത് പ്രവർത്തിച്ചതാ നീ പറയണേ? ഇവിടെ നിനക്ക് എന്തെങ്കിലും കുറവ് ചെയ്യാൻ വരുത്തിയിട്ടുണ്ടോ? നിന്നെ സ്നേഹിക്കാതിരുന്നിട്ടുണ്ടോ? അതോ മനസ്സിൽ കള്ളത്തരമുള്ളവരാ ഒരുപാട് സ്നേഹം കാണിക്കുന്നതും പാവത്തുങ്ങളെ പോലെ നടക്കുന്നതും. മനുഷ്യനെ വട്ടുപിടിപ്പിക്കേണ്ട പരിധി ഉണ്ട് കേട്ടോ. എന്തിനാ ഇങ്ങനെ ഇരുന്ന് ബഹളം ഉണ്ടാക്കുന്നത് എനിക്ക് മനസ്സിലായി. ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കി 2 ചാട്ടവും ചാടി കഴിയുമ്പോ ഇവിടെ ആരും ഒന്നും മിണ്ടൂലല്ലോ. നീ എന്തോ തിരുമേനി എപ്പോ വന്നു? ഞാന് അതായത് നമ്മുടെ കൃഷ്ണസ്വാമി ഉണ്ടല്ലോ, അയാളൊന്ന് കാണാൻ വേണ്ടി അറിയതാ. അപ്പൊ ഏതായാലും വഴിക്കാൻ പടം ഒന്ന് കേറിട്ട് പോകാൻ വിചാരിച്ചു. അത്രേ ഉള്ളൂ. ഇരിക്കാൻ സമയമില്ല, ധൃതിണ്ടേ. വരട്ടെ വരട്ടെ. ഹലോ, 2294 സുബയ്യ, ഒരു ടീ വാങ്ങിട്ടൂടാ. പണം ഏതാ തരുന്നത്? അത് വാങ്ങിട്ട്. சரிங்க. അണ്ണൻ ഇന്ന് ഊണ് കഴിക്കാൻ വീട്ടിൽ പോണില്ലേ? ഇല്ല, കുറച്ച് കണക്ക് ബില്ലോ ക്ലോസ് ചെയ്യണം. ഞാൻ വേണം വീട്ടിൽ പോയി മേടിച്ചോണ്ടിരാ. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പോക്കോളാം.
നീ ഊണ് കഴിച്ചോ? ഇല്ല. ആ പോയി കഴിച്ചിട്ട് വാ. എന്തിനാന്ന് പരിഗണന, പോയി കഴിച്ചിട്ട് വാ. ഇനി ഞാൻ നിന്റെ കാല് പിടിച്ച് തൊഴണോ? அடக்கண்ணே, വണ്ടിയിൽ കൗണ്ടർ ഉണ്ടായില്ലപ്പാ. இருக்காருங்க. முத்துவா, എന്നാ കൗണ്ടർ സൗഖ്യമാ? நல்ல சௌக்கியம். നോക്കവിടെ. அத நான் இப்ப எடுக்கிறது இல்லப்பா. അതെന്താ കൗണ്ടർ? ஒரு விஷயம் சொல்லட்டுமா? ചൊല്ലുങ്ക. நீ அன்னைக்கு அந்த பங்களாவுக்கு வந்ததுல இருந்து நான் ஒரு புது மனுஷன் ஆயிட்டேன். இந்த பாரு അമ്മുക്കുട്ടി, മുഖം കുറച്ച് തിരിക്കി. എന്റെ ഭാര്യ അമ്മുക്കുട്ടി. ഞാൻ പറഞ്ഞിട്ടില്ലേ മുത്ത്, എന്റെ തമ്പി മാതിരി. முத்து, நீ எப்ப வேணும்னாலும் வீட்டுக்கு வரலாம், என்ன உதவி வேணும்னாலும் கேட்கலாம். நான் சொன்னேன்ல, இப்ப நான் ஒரு புது மனுஷன் ஆயிட்டேன்னு. வரட்டுமா? சரிங்க செல்லப்பா, முதலாளி. வண்டி ஏடுறா. சரிங்க.